സോ ഗായ്സ്, വീണ്ടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ദിൽഷയെ സപ്പോർട്ട് ചെയ്ത് റിയാസിന് എന്തെങ്കിലും ഒരു പ്രചരണം നടത്തി അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ന്യൂസിന് കാണിച്ചില്ല. ദിൽഷയും മനുഷ്യത്വമുള്ള വ്യക്തിത്വം എന്ന് പറഞ്ഞ റോബിൻ റിയാസിനെ കുറിച്ച് മറുപടി ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബിഗ് ബോസ് മലയാളം സീസൺ 4 ശക്തനായ മത്സരാർത്ഥികൾ ഒരാളാണ് റോബിൻ രാധാകൃഷ്ണൻ. ഷോയുടെ വിജയമാകാനുള്ള സാധ്യതയില്ല പോലും റോബിന് കൽപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ സഹ മത്സരാർത്ഥിയായ റിയാസ് സലീമിനെ കായികപരമായി ഉപദേശിച്ചതിന്റെ പേരിൽ റോബിൻ ഷോയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ബിഗ് ബോസിൽ റോബിന് ഏറ്റവും കൂടുതൽ സൗഹൃദമുണ്ടായിരുന്ന സഹമത്സരാർത്ഥികൾ ബ്ലസ്ലിയും ദിൽഷയുമാണ്. ഇപ്പോൾ ബ്ലസ്ലിയെക്കുറിച്ചും ദിൽഷയെക്കുറിച്ചും തന്റെ അഭിപ്രായം തുറന്നു പറയുകയാണ് റോബിൻ. മാത്രമല്ല, മറ്റു മത്സരാർത്ഥികളെ കുറിച്ച് റോബിൻ മനസ്സ് തുറന്നു. കോമഡി മൂവീസ് അഭിമുഖത്തിലാണ് റോബിന്റെ മനസ്സ് തുറക്കാൻ വായിക്കൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നന്മമാരായിട്ട് നല്ലവനായി ഉണ്ണിയായിട്ട് ഞാൻ ഒരിക്കലും നിന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ചെയ്യുന്ന പച്ചയായ മനുഷ്യനാണ് ഞാൻ. എനിക്ക് അറിയില്ല, മറ്റുള്ള ഇഷ്ടനായിട്ട് കഴിയുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് റോബിൻ കണക്കാവുന്നത്. റോബിൻ പറഞ്ഞു. ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് റോബിൻ പറയുന്നത് ഇങ്ങനെ: ലക്ഷ്മി ചേച്ചി തനിക്ക് ചേച്ചിയെ പോലെയാണെന്ന് റോബിൻ പറയുന്നു. എന്തുകൊണ്ടാണ് ലക്ഷ്മി ചേച്ചിയെ ഷോ കഴിഞ്ഞ് കാണാൻ പോകാതിരുന്നെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ അവരെ തീർച്ചയായും ഒരു ദിവസം പോയി കാണുമെന്ന് റോബിൻ പറഞ്ഞു. ബ്ലസ്ലിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ആദ്യം മറുപടി. വളരെ ബുദ്ധിമാനായ ഒരു അനുജനുണ്ടെങ്കിൽ അത് ബ്ലസ്ലി ആയിരിക്കും. വളരെ അധികം ഇന്റലിജന്റ് ആണ് ബ്ലസ്ലി എന്ന് റോബിൻ പറഞ്ഞു. ജാസ്മിൻ വളരെ ബോൾഡും സ്ട്രോങ്ങുമായിട്ടുള്ള ഒരാളാണ്. നിമിഷം വളരെ കഠിനാധ്യായ ബോൾഡും സ്ട്രോങ്ങുമായ വ്യക്തിയാണ് റോബിൻ പറഞ്ഞു. സൂരജിനും എനിക്കും ഇടയിൽ പറയാൻ തമാശ നിറഞ്ഞ നിമിഷങ്ങളാണ്. ഓരോ കുസൃതി നിറഞ്ഞ സഹോദരൻ ഉണ്ടെങ്കിൽ അത് ധന്യ മരിയായിരിക്കും. ബിഗ് ബോസിന് ശേഷം വലിയ കോൺടാക്റ്റ് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ല കോംബോ ആയിരുന്നു, നല്ല കൂട്ടായിരുന്നു. എപ്പോഴെങ്കിലും പോയി കാണണമെന്നുണ്ട് റോബിൻ പറഞ്ഞു. റിയാസ് എക്സലന്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. ദിൽഷ വളരെ ടാലന്റ് ആയിട്ടുള്ള മനുഷ്യത്വമുള്ള വലിയ വില കൊടുക്കുന്ന ആളാണെന്നും വളരെ അംബീഷൻ ആയിട്ടുള്ള വ്യക്തിയാണെന്നും വളരെ നല്ല വ്യക്തിയാണെന്നും റോബിൻ പറഞ്ഞു. ദേഷ്യപ്പെടുന്ന തൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് സ്വഭാവമാണ് റോബിൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയാസ് ആരതിപ്പൊടിയെ വരെ ഇത്രയധികം മോശമായി പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടും ഡോക്ടർ റോബിൻ തിരിച്ച് ഇതേപോലെ ഒരു വലിയൊരു ഷോ അല്ലെങ്കിൽ ഇതെന്താ ഇപ്പോൾ സംഭവത്തിൻ്റെ വെച്ചാൽ ഒരു മിനിറ്റ്. സോ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ പോലും ഡോക്ടർ റോബിൻ റിയാസിനെതിരെ വളരെ നല്ല വ്യക്തമായ രീതിയിൽ നല്ല സ്വഭാവത്തിൽ അല്ലെങ്കിൽ റിയാസിനെ അങ്ങനെ നെഗറ്റീവ് അടിക്കാതെ പോസിറ്റീവിലൂടെ മാത്രം റിയാസിനെ പരിചയപ്പെടുത്തി. ഓക്കെ, സോ ഇതായിരിക്കും മിക്കവാറും ഒരുപാട് പേര് കേരളത്തിൽ ഒരുപാട് പേര് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഉള്ളിലൊന്നും വെക്കാതെ ആ കാര്യം അപ്പം തന്നെ പറഞ്ഞ് അതിനെല്ലാത്തിനും ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു സ്വഭാവം ഡോക്ടർ റോബിന് ഉള്ളത് കൊണ്ടായിരിക്കും. മറ്റേ ഉള്ളിനുള്ളിൽ പക വെച്ചിരിക്കുന്ന സ്വഭാവം ഡോക്ടർ റോബിന് പണ്ടേ ഇല്ല. ഓക്കെ, സോ ഇതുകൊണ്ടായിരിക്കും ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് ബിഗ് ബോസ് കാണുന്ന ഒരു 98% കൂടുതൽ ആൾക്കാരും റോബിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം. ഓക്കെ, സോ എനിക്ക് തോന്നുന്നത് അഭിപ്രായം കമന്റ് അടുത്ത ദിവസം കാണാം. ബൈ.